ഡീ നീ എൻ്റെ കൂടെ ഒന്ന് വീട്ടിലോട്ട് വരുവോടി നീ? എടാ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ? എനിക്ക് പറ്റത്തില്ലടി, എനിക്കിവിടെ തീരെ പറ്റുന്നില്ലടി. ഡി ഒന്ന് വാടി പ്ലീസ് അടി. നീ എന്തായാലും വാ, നമുക്കൊന്ന് പോയി നോക്കാം. മോളോ, നീ ഒറ്റയ്ക്കേ ഉള്ളോ? അവനെന്തിയെ? ആഹാ, സിമ എവിടെ നീട്ടി? ഞാനിവിടെ കവല വെച്ച് കണ്ട അമ്മ, പിന്നെ ഇവിടെ ഞാനെങ്കിൽ പോരുന്നു. എന്നാ അവിടെ നിൽക്കാതെ കയറി വാ. ആടി എന്നാ നിങ്ങൾ കയറിയിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ. എടി സിമി, പണ്ടേ വിരുന്നുകാരൊക്കെ വരുമ്പോഴാ അമ്മ ഡിസൈനുള്ള കുപ്പി ഗ്ലാസ് ഒക്കെ പുറത്തെടുക്കുന്നത്. അപ്പം ഞാനും അമ്മയ്ക്ക് വിരുന്നുകാരിയായി. ഓടി അവിടെ നിന്ന്, ഞാൻ അപ്പുനെ ഒന്ന് വിളിക്കട്ടെ. ഹലോ അപ്പുമോനെ, നീ കവലന്ന് വരുമ്പോഴേ ചിക്കനോ മീനോ എന്തെങ്കിലും മേടിച്ചോണ്ട് വരണേ. ഇന്നേ നമുക്ക് 2 വിരുന്നുകാരോടെ ഉണ്ട്. നീ കഴിവാണ്, അതവിടെ വെച്ചിരുമ്പോളോ, ഞാൻ കഴിക്കോളൂ. ഇവിടെ അമ്മേ, ഇത് അറിയാനുള്ളതല്ലേ അമ്മേ? എടി ഇരിക്കടി. നീ ഇതൊന്നും ചെയ്യണ്ട, അവിടെ വെക്ക്. ഡ്രസ്സ് എല്ലാം അഴുക്കാവത്തില്ലേ? നീ നിനക്ക് തിരിച്ചു പോകേണ്ടതല്ലേ? എടി, ഞാൻ പണ്ട് വീട്ടിലെ ജോലിയൊന്നും ചെയ്യത്തില്ലെന്നായിരുന്നു അമ്മയുടെ പരാതി. അന്നത്തെ പോലെയാണോ? ഇപ്പൊ ഇവിടുത്തെ വിരുന്നുകാരിയല്ലേ മോളെ? അത് ശരിയാ അമ്മേ, വീട്ടുകാരല്ലേ വീട്ടിലെ ജോലി ചെയ്യേണ്ടത്, അല്ലാതെ വിരുന്നുകാരല്ലല്ലോ. നിങ്ങളെ ഹാളിൽ എങ്ങനെ പോയിരിക്കും പിള്ളേരെ? ഇവിടെ ഭയങ്കര ചൂടാ. അമ്മ കറിക്കുള്ളതെല്ലാം നോക്കട്ടെ. പാടി. ആ അമ്മേ, അമ്മയുടെ എനിക്കൊരു കാര്യം പാടി, നമുക്ക് എൻ്റെ മുറിയിലോട്ട് പോവാം. ഇടേ, ഇപ്പൊ അത് അപ്പുവിന്റെ മുറിയാണേ. അവിടുന്ന് എന്തേലും സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചാൽ എനിക്ക് ചെവിതല വരത്തില്ല. അയ്യോ, അപ്പൊ എന്റെ സാധനങ്ങളൊക്കെയോ? എന്റെ ID കാർഡൊക്കെ അതിനകത്തല്ലേ അമ്മ ഇരുന്നേ? ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ അവനെടുത്ത് കത്തിച്ചു മോളെ. അല്ലേ തന്നെ നിനക്കിനി അതെന്തിനാ? നിന്റെ അഡ്രസ് ഒന്നും ഇവിടുത്തെ അല്ലല്ലോ, ഇനി അവിടുത്തെ അല്ലേ? കേട്ടില്ലേ അച്ഛാ അമ്മ പറയുന്നേ? ഞാനിപ്പോ ഇവിടുത്തെ അതിഥിയായി മാറിയല്ലേ? ഈ വീടും നാടും അഡ്രസ്സും ഒന്നും എന്റേതല്ലാതായല്ലേ? ഈ അമ്മ പോലും എന്നെ വിരുന്നുകാരിയായിട്ട് അച്ഛാ കാണുന്നേ. എന്തിനാ അച്ഛാ എന്നെ കെട്ടിച്ചു വിട്ടത്? ഈ വീട്ടിൽ പോലും ഞാനിപ്പോ അന്യായില്ലേ അച്ഛാ? അവിടുത്തെ പോരൊട്ടും സഹിക്കാൻ വയ്യാതായ അച്ഛാ. എന്തെങ്കിലും പറയുമ്പോ നീ നിന്റെ വീട്ടിൽ പോയി പറയടിന്നാ പറയുന്നേ. എന്നും എനിക്ക് അവിടെ കുറ്റം കുറവുകളുവാ. എന്തെങ്കിലും ചോദിച്ചാലോ പറഞ്ഞാലോ ഇങ്ങനെ കിടന്ന് തിളയ്ക്കാനത് നിന്റെ വീടാണെന്നുള്ള ചോദ്യം. അതും എന്റെ വീടല്ല, ഇതും എന്റെ വീടല്ല. ശരിക്കും എന്റെ വീട് ഏതാണ് അച്ഛാ? ഞാനിനി എന്നാ അച്ഛാ ചെയ്യണ്ടേ? പറ അച്ഛാ, ഞാൻ ഇനി എന്നാ ചെയ്യണ്ടേ?